ഡേർട്ടി ഡസൻ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഏറ്റവും ഹെൽത്തിയാണെന്ന് വിചാരിക്കുന്ന പല ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഹാനികരമാകുന്നത്. അങ്ങനെയുള്ള ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒരു ലിസ്റ്റാണ് ഈ ഡേർട്ടി ഡസൻ. അമേരിക്കയിലെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് EWG, അതായത് എൻവയോൺമെൻറ്റൽ വർക്കിംഗ് ഗ്രൂപ്പ്. ഇവരുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ഹെൽത്തിനെ പറ്റിയുള്ള ന്യൂസുകൾ, എൻവയോൺമെൻറ്റൽ സേഫ്റ്റി, കൺസ്യൂമർ അവയർനെസ്, ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ജോലി. അപ്പോൾ ഇവരെല്ലാ കൊല്ലവും ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ കീടനാശിനി അടങ്ങിയിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒരു ലിസ്റ്റ് പുറത്തുവിടും. ഒരു 12 എണ്ണം. ആ 12 വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെ ആ ലിസ്റ്റിനാണ് ഈ ഡേർട്ടി ഡസൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ ലിസ്റ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ട് വിചാരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ബ്ലൂബെറി, അതുപോലെ തന്നെയാണ് സ്ട്രോബെറി, അതുപോലെ തന്നെയാണ് ആപ്പിൾ. ഇനി വെജിറ്റബിൾ എടുത്താലും നമ്മൾ കെയില്, സ്പിനാച്ച്, പൊറ്റേറ്റോ, ഇതൊക്കെ നമ്മൾ വലിയ ഹെൽത്തി ആയിട്ട് കരുതുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ്. ഇതിൻ്റെ അകത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ്സ് അടങ്ങിയിരിക്കുന്നത്. അവർ എക്സാമ്പിൾ അവിടെ പറഞ്ഞേക്കുന്നത്, ഇപ്പോൾ ആപ്പിൾ, അതിൻ്റെ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒറ്റ പെസ്റ്റിസൈഡ് അല്ല, അതായത് ഒറ്റ കീടനാശിനിയല്ല, അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ, അതായത് പല രീതിയിലുള്ള കീടനാശിനികൾ ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ ലിസ്റ്റിൻ്റെ അകത്ത് ഇതിനെ ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് അറിയാം. ഇപ്പം ഞാൻ പറഞ്ഞ സ്ട്രോബെറി, ബ്ലൂബെറി, ആപ്പിള്, അല്ലെങ്കിൽ നമ്മുടെ കെയില്, സ്പിനാച്ച്, ഇതൊക്കെ നമ്മൾ പച്ചയായിട്ടല്ല കൂടുതലും കഴിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ശരീരത്തോട്ട് ഈ പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ കീടനാശിനിയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ കയറാൻ സാധ്യത കൂടുതലാണ്. എനിവേ, എന്നും പറഞ്ഞുകൊണ്ട് ഇത് കഴിക്കേണ്ടതല്ല, ദീസ് ആർ സ്റ്റിൽ ഹെൽത്തി. പക്ഷേ അവർ 3 റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ട് ഇത് കഴിക്കുന്നതിന്. ഒന്ന്, ഈ മേടിക്കുന്ന സാധനങ്ങൾ നല്ലപോലെ കഴുകുക. അതായത് ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ വെച്ച്, അവർ പറയുന്നത് ബേക്കിംഗ് സോഡ മാത്രമാണ്, ബേക്കിംഗ് സോഡയ്ക്കകത്ത് സോക്ക് ചെയ്ത് വെച്ച് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകുക. രണ്ടാമത്തത്, പീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ആപ്പിളൊക്കെ ചിലവർ അതേപടി കഴിക്കുന്നവരുണ്ട്. അവർ പറയുന്നത് അതിൻ്റെ സ്കിന്ന് കളഞ്ഞ് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ പൊറ്റേറ്റോ ചിലപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് അതേപടി കഴിക്കുന്നവരുണ്ട്. അതായത് ചുമ്മാ മുറിച്ചിട്ട് പുഴുങ്ങി അല്ലെങ്കിൽ കറിക്കകത്തിരുന്നവരും അല്ലെങ്കിൽ അതേപടി ബേക്ക് ചെയ്യുന്നവരുണ്ട് തൊലി കളയാതെ. അപ്പം തൊലി കളയുവാണെങ്കിൽ കുറേയൊക്കെ പെസ്റ്റിസൈഡ് നമ്മൾ ഒഴിവാക്കാം. അതാണ് രണ്ടാമത്തെ റെക്കമെൻഡേഷൻ. ഇനി മൂന്നാമത്തെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് കഴിയാവുന്നതും ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ മേടിക്കുക. അപ്പോൾ ഈ 3 റെക്കമെൻഡേഷൻസാണ് അവർ പറയുന്നത്. ഇനി ഈ ഡേർട്ടി ഡസൻ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ലിസ്റ്റ് ഉണ്ട്, ക്ലീൻ 15. അത് ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞുതരാം.